കേരള രാഷ്ട്രീയത്തിലെ എണ്ണപ്പെട്ട തലയെടുപ്പുള്ള ഒരു നേതാവായിരുന്നു പി ടി ചാക്കോ. അദ്ദേഹമാണ് കേരള കോൺഗ്രസ് സ്ഥാപിച്ചത് എന്നൊരു തെറ്റിദ്ധാരണ പൊതുവെ കേരള കോൺഗ്രസ്സുകാരുടെ ഇടയിലുണ്ട്, അല്ലാത്തവരുടെ ഇടയിലുണ്ട്. അദ്ദേഹം ഒരിക്കലും കേരള കോൺഗ്രസ്സുകാരനായിരുന്നില്ല. കേരള കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നതിന് അദ്ദേഹം ഒരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. പി ടി ചാക്കോ 1915 കോട്ടയം ജില്ലയിലെ ചിറക്കടവ് എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. സാമാന്യ ധനസ്ഥിതിയുള്ളൊരു കുടുംബമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോളേജ് വിദ്യാഭ്യാസം ചങ്ങനാശ്ശേരിയിലെ പ്രസിദ്ധമായ സെൻറ്റ് ബെർക്ക്മൻസ് കോളേജിലും തുടർന്ന് തൃശ്ശിനാപ്പള്ളിയിലെ സെൻറ്റ് ജോസഫ് കോളേജിൽ വരും. അദ്ദേഹം തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നാണ് നിയമബിരുദം നേടിയത്. ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രശസ്തിയിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1938 സ്റ്റേറ്റ് കോൺഗ്രസ് പ്രക്ഷോഭത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. അന്ന് പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത അദ്ദേഹം ഏതാനും മാസങ്ങൾ തടവ് ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. 1945 CPയുടെ വിദ്യാഭ്യാസ ബില്ലിനെതിരായിട്ട് അദ്ദേഹം ശക്തമായിട്ട് പ്രചരണം നടത്തി. ഒരു ലഘുലേഖ അച്ചടിപ്പിച്ച് വിതരണം ചെയ്തതിന് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയും 1 വർഷം തടവ് അനുഭവിക്കുകയും ചെയ്തു. 1948 തിരുവിതാംകൂർ നിയമസഭയിൽ കടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മീനച്ചിൽ മണ്ഡലത്തിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ആ സമയത്ത് 1949 ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം 1952 അദ്ദേഹം മീനച്ചിൽ മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് ജയിച്ചു. പക്ഷേ അധികം താമസിക്കുന്നതിന് മുമ്പ് ആ MP സ്ഥാനം രാജിവെച്ച് തിരിച്ചു വരികയാണ് ഉണ്ടായത്. പിന്നീട് 1957 അദ്ദേഹം വീണ്ടും നിയമസഭയ്ക്ക് മത്സരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ വലിയ മത്സരമായിരുന്നു. കോട്ടയം ജില്ലയിലെ വാഴൂർ മണ്ഡലത്തിൽ പി ടി ചാക്കോ വെറും 89 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ വേറൊരു പ്രത്യേകത, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ മിക്കവരും തന്നെ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. പനമ്പള്ളി ഗോവിന്ദനും അതുപോലെ KM ജാണ്ടി സാറും അടക്കമുള്ള പ്രധാന നേതാക്കന്മാരൊക്കെ തോറ്റുപോയി എന്നുള്ളതുകൊണ്ട് 1957 ആദ്യ കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവാകാനുള്ള അവസരം കിട്ടിയത് പി ടി ചാക്കോയ്ക്കാണ്. കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവ് ചാക്കോ ആയിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളി പിൽക്കാലത്ത് കേരള മുഖ്യമന്ത്രിയുമായി തീർന്ന അച്യുതമേനോനാണ്. അച്യുതമേനോൻ പി ടി ചാക്കോയെക്കുറിച്ച് അനുസ്മരിക്കുന്നത് ഇങ്ങനെയാണ്: കേരള നിയമസഭ മാത്രമല്ല, തിരുക്കൊച്ചി നിയമസഭയിൽ കണ്ടതിലെ ഏറ്റവും ഗംഭീരനായ പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോ ആയിരുന്നു. അദ്ദേഹത്തിന് നിയമസഭാ സംബന്ധമായ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും എല്ലാം മനഃപ്പാടമായിരുന്നു. ക്രമപ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അനുയോജ്യമായിട്ടുള്ള മറ്റെല്ലാവിധ അടവുകളും തന്ത്രങ്ങളും ഒക്കെ പയറ്റി തെളിഞ്ഞ ഒരു പോരാളിയായിരുന്നു അദ്ദേഹം. അന്ന് ട്രഷറി ബെഞ്ചിലിരുന്ന് ഞങ്ങളുടെയൊക്കെ പരിചയക്കുറവും ചാക്കോയ്ക്ക് വിലസാനായിട്ട് കുറേ സഹായകരമായിട്ട് തീർന്നിട്ടുണ്ട് എന്നാണ്. ഏതായാലും അതിഗംഭീരനായ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. നിയമസഭയ്ക്ക് അകത്തും പുറത്തും സർക്കാരിനെതിരായിട്ടുള്ള എതിർപ്പിൻ്റെ കുന്തമുനയായിട്ട് പ്രവർത്തിച്ചു. വലിയ ജനസ്വാധീനം അദ്ദേഹത്തിനുണ്ടായി. പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്തുള്ള ക്രിസ്ത്യാനികൾ, അതിൽ വിശേഷിച്ച് കത്തോലിക്കർ അദ്ദേഹത്തെ ഏതാണ്ട് ദൈവതുല്യനായിട്ടാണ്, അല്ലെങ്കിൽ ഒരു വിശുദ്ധനായിട്ടോ പുണ്യവാളനായിട്ടാണ് കണ്ടത്. എന്ന് കരുതി മറ്റ് സമുദായങ്ങളിൽ അദ്ദേഹത്തിന് പിന്തുണയില്ലായിരുന്നു എന്നർത്ഥമില്ല. അന്ന് കോൺഗ്രസ് പാർട്ടിക്കകത്ത് വലിയ വിഭാഗീയത നിലനിൽക്കുന്ന കാലമാണ്. മലബാറിൽ നിന്നുള്ള നേതാക്കന്മാർ ഒരു ഭാഗത്തും തിരുവിതാംകൂറിലുള്ള നേതാക്കന്മാർ മറുഭാഗത്തുമായിട്ടുള്ള വടംവലി ഉണ്ടായിരുന്നു. സാമുദായികമായിട്ടും മറ്റു തരത്തിലുമൊക്കെയുള്ള ശാക്തിക ചേരികളും വടംവലികളുമൊക്കെ ഒരു ഭാഗത്തു കൂടി നടക്കുന്നുണ്ടായിരുന്നു. അന്ന് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് R ശങ്കറിനെ കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആൾ പി ടി ചാക്കോയാണ്. അങ്ങനെയാണ് 1959 ശങ്കർ കേരളത്തിൽ KPCC പ്രസിഡൻ്റായിട്ട് വരുന്നത്. അതിനുശേഷമാണ് ശങ്കറിൻ്റെയും ചാക്കോയുടെയും നേതൃത്വത്തിൽ വിമോചന സമരം ആരംഭിക്കുന്നത്. കേരളത്തിൽ വിദ്യാഭ്യാസ ബില്ലിനെതിരായിട്ടുള്ള സമരത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന് പി ടി ചാക്കോയാണ്. ഭൂപരിഷ്കരണ നിയമത്തിനെതിരായിട്ടുള്ള സമരത്തിലും മുൻപന്തിയിൽ നിന്നത് പി ടി ചാക്കോയാണ്. അങ്ങനെ ശങ്കർ, ചാക്കോ, അച്യുതണ്ട് കോൺഗ്രസിനകത്ത് ശക്തിപ്പെട്ടു. മലബാറിൽ നിന്നുള്ള നേതാക്കന്മാർ വിമോചന സമരത്തിനെതിരായിരുന്നു. പ്രത്യേകിച്ച് CK ഗോവിന്ദൻ നായർ, അതുപോലെ KA ദാമോദര മേനോൻ, കുട്ടിമാളു അമ്മ, കോഴിപ്പുറത്ത് മാധവ മേനോൻ, മൊയ്തു മൗലവി, ഇവരൊക്കെ വിമോചന സമരത്തെ എതിർത്തവരാണ്. പക്ഷേ അന്ന് AICC പ്രസിഡൻ്റായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ മേൽ വലിയ സ്വാധീനം ചെലുത്തി ഈ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള പരിശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയത് പി ടി ചാക്കോയാണ്. മന്നത്ത് പത്മനാഭൻ്റെ ഒരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടി. പിന്നെ പട്ടംതാണുള്ള നയിക്കുന്ന PSP, സീതി സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ബാഫയ്ക്ക് തങ്ങളും നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗ്, ഇങ്ങനെ എല്ലാവിധ രാഷ്ട്രീയ സാമുദായിക സമവാക്യങ്ങളും ഒത്തിണങ്ങിയ ഒരു വലിയ സംഭവമായിരുന്നു വിമോചന സമരം. വിമോചന സമരം വിജയത്തിലെത്തി സർക്കാരിനെ പിരിച്ചുവിട്ടു. അതിനുശേഷം 1960 ഫെബ്രുവരിയിൽ കേരള നിയമസഭയിലേക്ക് ഇടക്കാല തെരഞ്ഞെടുപ്പ് നടന്നു.
ആ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ KPCC അധ്യക്ഷൻ ആർ ശങ്കറും പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവ് PT ചാക്കോയുമായിരുന്നു. കോൺഗ്രസിന് ഏറെക്കുറെ ഒറ്റയ്ക്ക് തന്നെ മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം കിട്ടി. PT ചാക്കോയ്ക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം വെക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല. PSP നേതാവായിരുന്ന പട്ടം നാണുപിള്ളയെ കോൺഗ്രസിൻ്റെ മുന്നണിയുടെ നേതാവായിട്ട് കൊണ്ടുവന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായി. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കും ചാക്കോ ക്ലെയിം ഉന്നയിച്ചില്ല. ആ സ്ഥാനം അദ്ദേഹം ആർ ശങ്കറിന് വിട്ടുകൊടുത്തു. അങ്ങനെയാണ് ശങ്കർ ഉപമുഖ്യമന്ത്രിയായി തീർന്നത്. PT ചാക്കോ ആഭ്യന്തരമന്ത്രിയും ദാമോദരൻ മേനോൻ വ്യവസായ മന്ത്രിയുമായിരുന്നു. കോൺഗ്രസിൽ എക്കാലത്തെ ഒരു ശാപമായിട്ടുള്ള വിഭാഗീയത അല്ലെങ്കിൽ ഗ്രൂപ്പ് വഴക്ക് അന്നും വളരെ ശക്തമായിരുന്നു. ചാക്കോയ്ക്കെതിരായിട്ടും ചാക്കോയ്ക്ക് അനുകൂലമായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിലൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ പട്ടം നാണുപിള്ളയുടെ ദളവ ഭരണത്തോട് കോൺഗ്രസ്സുകാർക്ക് പൊതുവെ ഒരു വിയോജിപ്പുണ്ടായിരുന്നു. അത് അദ്ദേഹത്തെ ഇവിടെ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പഞ്ചാബിൽ ഗവർണറായിട്ട് എത്തിക്കുന്നതിലേക്ക് വഴിതെളിച്ചു. അതിന് PT ചാക്കോയും ആർ ശങ്കറും അന്ന് ഗവർണറായിരുന്ന VV ഗിരിയും ഒത്തുചേർന്ന് കേന്ദ്ര നേതൃത്വത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തി എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും പട്ടം പോയതിനു ശേഷം ഈ മുക്കൂട്ട് മുന്നണിയിൽ നിന്ന് PSP പിന്മാറി. കോൺഗ്രസ് ഒറ്റയ്ക്കുള്ള ഭരണമായി. നേരത്തെ തന്നെ മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ എടുത്തിരുന്നില്ല. മുസ്ലിം ലീഗിന് സ്പീക്കർ സ്ഥാനമാണ് നൽകിയിരുന്നത്. പിന്നീട് അവരത് ഉപേക്ഷിച്ച് കോൺഗ്രസ് വിരുദ്ധ മുന്നണിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ 1962 അവസാനിക്കുമ്പോഴത്തേക്കും കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഏകകക്ഷി ഭരണമുണ്ടായി. ആർ ശങ്കർ കേരള മുഖ്യമന്ത്രിയായി. PT ചാക്കോ ആഭ്യന്തര വകുപ്പിന് പുറമെ റവന്യൂ വകുപ്പും കൂടി ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. കാരണം റവന്യൂ വകുപ്പ് അതിന് മുമ്പ് PSPയുടെ കൈവശമായിരുന്നു. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ ആഭ്യന്തരവും റവന്യൂവും ഒരുമിച്ച് ഭരിച്ച ആളാണ് PT ചാക്കോ. അദ്ദേഹം അതിശക്തനായ അതിഗംഭീരനായ ഒരു പോലീസ് മന്ത്രിയുമായിരുന്നു. കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും പ്രഗത്ഭനായ ആഭ്യന്തരമന്ത്രി PT ചാക്കോ ആയിരുന്നു എന്നാണ് ചരിത്ര ഗവേഷകരും അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ വിലയിരുത്തിയിട്ടുള്ളത്. മാത്രമല്ല ഈ പോലീസിൻ്റെ അതിക്രമം പരമാവധി കുറയ്ക്കാൻ പോലീസ് വെടിവെപ്പ് ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്ന് നിർദ്ദേശം കൊടുത്ത ആളാണ്. ലോക്കപ്പ് വർദ്ധനവും ലാത്തി ചാർജൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പോലീസ് വെടിവെപ്പ് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്ന് കീഴുദ്യോഗസ്ഥർക്ക് ശക്തമായ നിർദ്ദേശം കൊടുത്തിരുന്ന ആളാണ് PT ചാക്കോ. അദ്ദേഹം ഒരു ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് നേടിയ പോലെയുള്ള ഒരു യശസ് നേടിയിരുന്നു. ശങ്കറുമായിട്ട് വളരെ ഉറ്റ ബന്ധമാണ് ചാക്കോയ്ക്ക് ഉണ്ടായിരുന്നത്. ശങ്കർ ചാക്കോ അച്ചുകൊണ്ട് വളരെ ശക്തവുമായിരുന്നു. അവർക്കെതിരായിട്ടുള്ള ഒരു ലോബി കോൺഗ്രസ് പാർട്ടിയിലുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് CK ഗോവിന്ദനായിരുന്നു. പല സന്ദർഭങ്ങളിലും ഈ ഗ്രൂപ്പുകൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. അത് ചിലപ്പോഴൊക്കെ ശാരീരികമായ ഏറ്റുമുട്ടൽ പോലും ആയി തീർന്നിരുന്നു. KPCC പ്രസിഡന്റ് തിരഞ്ഞെടുക്കാൻ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗം അടികലശലിലാണ് അവസാനിച്ചത്. അന്ന് AICC നിരീക്ഷകനായിട്ട് വന്ന കമ്പോൽജ എന്നൊരു നേതാവായിരുന്നു, കന്നഡികൻ. അദ്ദേഹത്തെ ദേഹോദരവേൽപ്പിച്ചിട്ടാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞു വിട്ടത്. ഇങ്ങനെയൊക്കെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഒരു ഭാഗത്ത് കൂടി നടക്കുമ്പോഴാണ് PT ചാക്കോയുടെ വിഖ്യാതമായ കേരള ഭൂപരിഷ്കരണ നിയമം വരുന്നത്. ഗൗരിയമ്മ ഉണ്ടാക്കിയ കാർഷിക ബന്ധ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ സുപ്രീം കോടതിയും പിന്നീട് ഹൈക്കോടതിയും റദ്ദാക്കിയ സാഹചര്യത്തിൽ ഈ കാർഷിക ബന്ധ നിയമത്തിൻ്റെ സ്ഥാനത്ത് സമഗ്രമായൊരു ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കേണ്ട അനിവാര്യമായിരുന്നു. PT ചാക്കോയാണ് ആ നിയമം നിയമസഭയിൽ അവതരിപ്പിച്ചതും പാസ്സാക്കിയെടുത്തത്. അത് പാസ്സായതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ കരിനിഴൽ വീഴ്ത്തിയ കട്ടവണ്ടി സംഭവം ഉണ്ടായത്. ഇദ്ദേഹം സ്റ്റേറ്റ് കാർ സ്വയം ഓടിച്ചു പോകവേ തൃശ്ശൂർ ലൂർദ് പള്ളിയിൽ പെരുന്നാളായിരുന്നു. ആ പെരുന്നാൾ കഴിഞ്ഞ് വന്ന ഒരാളുടെ മേൽ ഈ സ്റ്റേറ്റ് കാർ കൈവണ്ടിയിൽ ഇടിച്ചു. അയാൾക്ക് പരിക്ക് പറ്റി. ഇദ്ദേഹം കാർ നിർത്താതെ പോയി എന്നുള്ളതാണ്. നിർത്താതെ പോയ സ്റ്റേറ്റ് കാറായിരുന്നു ഒന്നാമത്. അത് കൂടാതെ അത് ഓടിച്ചിരുന്ന ചാക്കോയാണ്. അദ്ദേഹത്തെ കണ്ടാലും എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവഹാവാദികളൊക്കെ എല്ലാവർക്കും അറിവുള്ളൊരു കാലം ആണ്. ആ നിലക്ക് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്തു. വണ്ടി നിർത്താതെ പോയി എന്ന് മാത്രമല്ല ആ കാറിൽ മുൻ സീറ്റിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ളതും പോയിൻ്റ് ഔട്ട് ചെയ്യപ്പെട്ടു. ഈ സ്ത്രീ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് പല കിംവദന്തികളും അഭ്യൂഹങ്ങളും പരന്നു. അത് ഭാര്യയായിരുന്നു എന്നൊരു നിലപാടാണ് ചാക്കോ ആദ്യം സ്വീകരിച്ചത്. പക്ഷേ അത് വിലപ്പോയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സ്ത്രീ പൊട്ടുതൊട്ട സാരി കൊടുത്ത ഒരു ഹിന്ദു സ്ത്രീയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു. കാരണം അന്ന് ക്രിസ്ത്യൻ സ്ത്രീകൾ പൊതുവേ പൊട്ടുതൊടുമായിരുന്നില്ല. എന്ന് മാത്രമല്ല സാരി ഉടുക്കുന്നതിൻ്റെ താരതമ്യേന കുറവായിരുന്നു. അധികം പേരും ഈ ചട്ടയും കവണിയുമാണ് ധരിച്ചത്. അപ്പോൾ ചാക്കോയുടെ ഭാര്യയല്ല, വേറൊരു സ്ത്രീയായിരുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളൊക്കെ വളരെ ആവേശഭരിതരായി. അതിൽ കമ്മ്യൂണിസ്റ്റുകാരെക്കാളും സോഷ്യലിസ്റ്റുകാരെക്കാളും ആവേശം തോന്നിയത് കോൺഗ്രസ്സിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ എതിരാളികൾക്കും വിരോധികൾക്കുമായിരുന്നു. അത് വലിയ ഒരു കുശുകുശുപ്പ് ആയിട്ട് തുടങ്ങുകയും പിന്നീട് വലിയ വിഷലിപ്തമായ പ്രചരണമായിട്ട് മാറിച്ചു.
നിയമസഭ കൂടി കഴിഞ്ഞപ്പോഴും ഇത് വലിയ ചർച്ചാ വിഷയമായി. അരണയുടെ ബുദ്ധിയും പാമ്പിൻ്റെ പകയും കാളക്കൂറ്റിൻ്റെ കാമാസക്തിയുമുള്ള ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി MLA ആയിരുന്ന EP ഗോപാലൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരുമൊക്കെ ഈ രീതിയിലുള്ള ആവശ്യം ഉന്നയിച്ചു. എന്ന് മാത്രമല്ല, ഈ 1964 ജനുവരി 30 അത് രക്തസാക്ഷി ദിനമാണ്, മഹാത്മജിയുടെ ചരമവാർഷിക ദിനമാണ്. അന്ന് മാടായിൽ നിന്നുള്ളൊരു കോൺഗ്രസ് അംഗം P ഗോപാലൻ, അദ്ദേഹത്തെ പ്രഹ്ലാദ ഗോപാലൻ എന്നാണ് വിളിച്ചത്. ഈ ഗോപാലൻ നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹം നടത്തി. ഈ അസാൻമാർഗിയായ ആഭ്യന്തരമന്ത്രി ഉടനെ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അങ്ങനെ ഇത് ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു വലിയ സംഭവമായിട്ട് മാറുകയും ചാക്കോയെ ഹൈക്കമാൻഡ് കൈവിടുകയും. ആ സമയത്ത് R ശങ്കറും മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിൽ പോലും ചാക്കോ രാജിവെക്കണം എന്ന അഭിപ്രായത്തിലേക്ക് എത്തി. അങ്ങനെ ചാക്കോ രാജിവെക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, ചാക്കോയും ശങ്കറും തമ്മിലുണ്ടായിരുന്ന സ്നേഹബന്ധം അതോടെ അവസാനിച്ചു. ഇവർ വലിയ വിരോധികളായിട്ട് മാറി. ചാക്കോ രാജിവെച്ചു. ചാക്കോയുടെ സ്ഥാനത്ത് മീനച്ചിൽ നമ്മുടെ പൂഞ്ഞാർ മണ്ഡലത്തിൽ ജയിച്ച TA തൊമ്മനെ മന്ത്രിയാക്കി. അപ്പോൾ തൊമ്മനെ മന്ത്രിയാക്കിയാലും ചാക്കോ രാജിവെച്ചതിലുമൊക്കെ വലിയ വിഷമം അനുഭവിച്ച കുറേ ആളുകളുണ്ട്. അവരൊക്കെ ചാക്കോയുടെ പിന്തുണക്കാരായിട്ട് മാറി. മറ്റ് പല കാരണങ്ങളാൽ കോൺഗ്രസ് നേതൃത്വമായിട്ട് അകന്നു നിന്നിരുന്ന R ശങ്കറിനോട് പ്രത്യേകിച്ചും ഒരു വിരോധം വെച്ച് പുലർത്തിയിരുന്ന മന്നത്ത് പത്മനാഭനും ഈ സന്ദർഭത്തിൽ ചാക്കോയെ പിന്തുണയ്ക്കാൻ തയ്യാറായി. അതിന് തൊട്ടു പിന്നാലെ KP മാധവൻ നായർ രാജിവെച്ച ഒഴിവിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ PT ചാക്കോ മത്സരിച്ചു. പക്ഷേ അന്ന് അദ്ദേഹം പരാജയപ്പെടുത്തിയത് പിൽക്കാലത്ത് ആന്ധ്ര ഗവർണറായി മാറിയ നമ്മുടെ KC എബ്രഹാം മാസ്റ്ററായിരുന്നു. എബ്രഹാം മാസ്റ്റർ വിജയിച്ചു, ചാക്കോ പരാജയപ്പെട്ടു. അതിനുശേഷം ചാക്കോ അദ്ദേഹത്തിൻ്റെ അഭിഭാഷക വൃത്തി പുനരാരംഭിച്ചു. കോട്ടയത്ത് അദ്ദേഹം വീണ്ടും വക്കീൽ പണി ആരംഭിച്ചു. അത് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് വീണ്ടും പഴയ പോലെ ഒരു പ്രസിദ്ധി കൈവരിക്കാൻ കഴിഞ്ഞു. കോഴിക്കോടിന് അടുത്ത് തിരുവമ്പാടി ഭാഗത്ത് ഒരു കൊലക്കേസിൻ്റെ കൃത്യസ്ഥലം കാണാൻ പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് മാസീവായിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയും അവിടെ അടുത്തൊരു മാടക്കടയുടെ ബെഞ്ചിൽ കിടന്ന് അദ്ദേഹം മരിക്കുകയുമാണ് ഉണ്ടായത്. അത് 1964 ഓഗസ്റ്റ് മാസം 1 അദ്ദേഹത്തിൻ്റെ മൃതദേഹവുമായിട്ട് കോഴിക്കോട്ട് നിന്ന് വലിയ വിലാപയാത്ര തൃശ്ശൂർക്ക് പുറപ്പെട്ടു. അവിടെ നിന്ന് സ്വദേശമായ വാഴൂർക്ക് പോകുമ്പോൾ വലിയ മഴയായിരുന്നു. അപ്പോൾ ഇത് മൂടിക്കെട്ടിയ വാഹനത്തിൽ ചാക്കോയുടെ ജഡം കൊണ്ടുപോയത് തന്നെ അദ്ദേഹത്തോടുള്ള അനാദരവാണെന്നും ഈ അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് വേണ്ട രീതിയിൽ സൗകര്യം കിട്ടിയില്ല എന്നൊക്കെ പരാതി ഉണ്ടായി. എന്ന് മാത്രമല്ല, ചാക്കോയെ പന്നിത്തലയിൽ കൂടോത്രം ജയിച്ച് R ശങ്കർ കൊലപ്പെടുത്തിയതാണ് എന്ന രീതിയിലുള്ള കിംവദന്തികൾ പ്രചരിച്ചു. അന്നത്തെ കാലമല്ലേ, ആളുകൾ അതൊക്കെ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മരിച്ചുപോയ ചാക്കോ ജീവിച്ചിരുന്ന ചാക്കോയേക്കാൾ ശക്തനായിട്ട് മാറി. ചാക്കോയുടെ ഓർമ്മ എന്നുള്ളത് തിരുവിതാംകൂർ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ആരാധകരെ വല്ലാതെ വേദനിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുകാരായിരുന്ന 15 MLA മാർ ശങ്കറിൻ്റെ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചു. അത് കഴിഞ്ഞ് മന്ത്രിസഭ അവിശ്വാസ പ്രമേയം പാസ്സായി. R ശങ്കർ രാജിവെക്കേണ്ടതായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥന നടത്തിയിട്ട് വന്ന് ഈ പഴയ ഗ്രൂപ്പുകാരെല്ലാം കൂടി ചേർന്ന് 1964 കേരള കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചു എന്നുള്ളതാണ് ചരിത്രം. മരിക്കുന്ന സമയത്ത് ചാക്കോയ്ക്ക് വെറും 49 വയസ്സേ ഉണ്ടായിരുന്നു. കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കേരള മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയൊക്കെ ആകുമായിരുന്നു, യാതൊരു സംശയവുമില്ല. അതിപ്രഗത്ഭനായ ഒരു നിയമസഭാ സാമാജികനായിരുന്നു, അതിഗംഭീരനായ അഭിഭാഷകനായിരുന്നു, പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവായിരുന്നു. എല്ലാത്തിലുപരി കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും കഴിവുറ്റ ആഭ്യന്തരമന്ത്രിയുമായിരുന്നു. വലിയ ഉയരങ്ങൾ കീഴടക്കാമായിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം നമ്മുടെ നാട്ടിലെ ഈ കപട സദാചാരവാദികളുടെ കിംവദന്തികളിലും അതിനെ തുടർന്നുണ്ടായ ദുഷ്പ്രചരണത്തിലും പെട്ട് ഹൃദയം തകർന്ന് മരിക്കുകയാണ് ഉണ്ടായത്. കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം പഠിക്കുന്ന ആരും മറക്കാതെ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു അധ്യായമാണ് PT ചാക്കോയുടെ രാഷ്ട്രീയ ജീവിതം, അദ്ദേഹത്തിൻ്റെ ദുരന്ത പര്യവസായിയായ ജീവിതം.